നമ്മളിപ്പോൾ ഇതേ കൊടൈക്കനാൽ ചെക്ക് പോസ്റ്റ് എൻട്രി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അവിടെ ഇ പാസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മളത് കാണിച്ചിട്ട് ജസ്റ്റ് ബൈക്കിൽ കയറി അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ് 3 ഹിൽ സ്റ്റേഷനുകളിലാണ് ഇ പാസ് മാൻഡേറ്ററി വെച്ചങ്ങനെ. അതിൻ്റെ അകത്ത് ഒന്ന് കൊടൈക്കനാൽ, പിന്നെ വാൽപ്പാറ ഉണ്ട്, പിന്നെ നീലഗിരി ഹിൽസ് ഉണ്ട്. അത് മെയിൻലി ഊട്ടി റീജിയനാണ് വരുന്നത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവരിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മെയിൻലി പറഞ്ഞ പോലെ മൗണ്ടൻ റീജിയൻസിൽ ഭയങ്കര എക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വയനാട് ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും പല സംഭവങ്ങളാണെങ്കിലും കണ്ട പോലെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ഫുട്ഫോൾ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്കൊരു ഡാറ്റ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഒരു ഡാറ്റ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു. ആക്ച്വലി ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നത് നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗാർഡ് സെക്ഷനിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഇതാണ്, അത് കാണുമ്പോൾ ഒരു അഡ്രിനാലിൻ റഷൊക്കെയാണ്. ഇനിയിപ്പോൾ എയർ പിൻ സ്റ്റാർട്ട് ചെയ്യും രസമാണ് എന്നുള്ളൊരു രീതിയിൽ. ക്യൂൻ ഓഫ് ഹിൽസ് എന്ന് പറയപ്പെടുന്നത് ഊട്ടീനെയാണ്. അതേപോലെ അവർ പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നാണ് കൊടൈക്കനാലിന് കൊടുത്തിരിക്കുന്ന പേര്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരിയോഡ് കൂടി നമ്മൾ ഇവരുടെ മെയിൻ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതായത് ഘാട്ട് റോഡ് തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 17 എയർ പിന്നാണ് കൊടൈക്കനാലിൻ്റെ മലമുകളിൽ എത്താനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് എയർ പിൻ എനിക്ക് തോന്നുന്നു ഒരു 1 ടേൺ അപ്പുറത്തുണ്ട്. ഈ ഫോണിൻ്റെ മൈക്കിൽ തന്നെ റെക്കോർഡ് ആവുന്നതുകൊണ്ടാണ് ഇത്ര വിന്നോയ്സ് വരുന്നത്. റെക്കോർഡിംഗ് ഇല്ലാത്ത ഭാഗത്ത് മിക്കവാറും നല്ല ഓഡിബിൾ ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫൈനൽ ചെക്ക് പോസ്റ്റ്. ഇവിടെ നേരത്തെ നമ്മൾ ഈ പാസ് കാണിച്ചതുകൊണ്ട് ഇവിടെ പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ പാസ് ചെയ്ത് പോവാം. ഫസ്റ്റ് എയർ പിൻ വരുന്നുണ്ട്. ഐ ക്യാൻ സീ ദാറ്റ്. ഉച്ച സമയമാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഫുള്ള് മരമൊക്കെ ഉള്ളൊരു സെക്ഷൻ ആയതുകൊണ്ട് അത്രയും നമുക്കങ്ങനെ ഡയറക്റ്റ് വെയിലടിക്കുന്നത് കുറവാണ്. മിക്ക സ്ഥലങ്ങളിലും നല്ല ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റും എല്ലാം കൊണ്ടും ഒരു ഇളം തണുപ്പ് അവിടെ എല്ലായിടത്തും ഉണ്ടാവും. സോ അങ്ങനെ ഒരു ക്ഷീണം പോലെ ഒന്നും തോന്നില്ല. പിന്നെ പൊതുവെ ഡ്രൈവിങ് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. പ്രത്യേകിച്ച് ഗാർഡ് സെക്ഷനിലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഫോക്കസ് ആണെങ്കിലും എല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് ആക്ച്വലി ഓടിക്കാൻ പറ്റും വണ്ടി. ഈ റൂട്ടിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയ ഒരു ലോറിയാണെന്ന് തോന്നുന്നു ടോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഹില്ലി റോഡ്സിൽ ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം. കാരണം ഇവിടുത്തെ ടേണുകൾ പൊതുവേ നമുക്കത്രയും വിസിബിലിറ്റി ഉള്ള ടൈപ്പ് ആയിരിക്കില്ല. മൗണ്ടൻസ് ഒക്കെ ഉണ്ടാവും സൈഡിലാണെങ്കിലും നമുക്കിപ്പോൾ ഒരിക്കലും ഒരു പ്ലെയിൻ റീജിയനിൽ ഓടിക്കുന്ന ഒരു വിസിബിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആ ലെയിൻ കീപ്പ് ചെയ്ത് ആ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡ് ലിമിറ്റിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ റെസ്പോൺസ് ടൈമൊക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കും ബുദ്ധിമുട്ടാണ്, അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് എയർ പിന്നിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ഇവിടെ റോഡ് കുറച്ച് മോശമാണ് നേരത്തെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. മെയിൻലി റോക്കിലൊക്കെ ഉണ്ടാകുന്ന വെതറിങ് പോലത്തെ സംഭവമാണ്. ഈ പറഞ്ഞ പോലെ വെയിലും മഴയും കാരണം ഈ ടാറിൻ്റെ മേളിൽ ക്രാക്ക് ഫോം ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി വണ്ടിക്ക് നല്ലതല്ല അങ്ങനത്തെ ഒരു സർഫസിൽ കൂടെ അധികം ഓടുന്നത്. നമ്മൾ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പയ്യെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ആക്ച്വലി ജേണി സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്തു നിന്നാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അതായത് എൻ്റെ ഗ്രാജുവേഷൻ മേറ്റാണ് കിഷോർ എന്ന് പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ ഹൈനസിലും പിന്നെ അവൻ്റെ RTR 200ലും. അപ്പോൾ അവൻ ആൾ തൃശ്ശൂർക്കാരനാണ്. സോ പുള്ളി ഞാനും ജോയിൻ ചെയ്തത് ചാലക്കുടിയിൽ നിന്നാണ്. നമ്മളപ്പോൾ NH 544 വഴി ചാലക്കുടിയിൽ നിന്ന് വടക്കഞ്ചേരി സൈഡ് വരെ എത്തി. അങ്ങനെയായിരുന്നു ഫസ്റ്റ് പാർട്ട് ഓഫ് ഇത്. കുതിരാൻ ടണലെല്ലാം പാസ് ചെയ്ത് ആ ഒരു വഴി വന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് പോകേണ്ടത് ഈ പറഞ്ഞ പോലെ പൊള്ളാച്ചി റൂട്ടിലേക്കാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെന്മാറ കൊല്ലങ്കോട് കൂടി പൊള്ളാച്ചി റൂട്ടിലേക്കാണ് കയറുക. അത് കേരള സ്റ്റേറ്റ് ഹൈവേ 58 ഈ പറഞ്ഞ പോലെ കേരള ബോർഡർ വരെ സ്റ്റേറ്റ് ഹൈവേ 58 അത് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റോഡാണ്, നല്ല സീനിക്കായിട്ടുള്ള. നമ്മൾ ഈ ഡ്രോൺ വീഡിയോസൊക്കെ സ്ഥിരം കാണാറില്ലേ, കേരളത്തിൻ്റെ തനതായ ഭംഗി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കൊല്ലങ്കോടിൻ്റെ വീഡിയോസ്, ആ ഒരു ടൈപ്പ് ഓഫ് റീജിയനാണ്. പിന്നെ നമ്മളിപ്പം ഇത് ട്രാവൽ ചെയ്തത് ഒരു മാർച്ചിലായതുകൊണ്ട് അത്രയ്ക്ക് ഗ്രീനറി അല്ല. കുറച്ച് മൺസൂണൊക്കെ തീരുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു രസമാവും ആ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ആ ഒരു സീസണല്ല അതിൻ്റെ. നല്ലൊരു നീല 800 പാസ് ചെയ്യുന്നുണ്ട്. ഈ ട്രിപ്പ് ഇനീഷ്യലി പ്ലാൻ ചെയ്തപ്പോൾ ഞാനും കിഷോറും അല്ലാതെ 2 പേര് കൂടെ ഉണ്ടായി. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ കൂടെ പഠിച്ച ശ്യാം അഥവാ മഞ്ചേരി. ഞാൻ മഞ്ചേരി എന്നാണ് പുള്ളീനെ വിളിക്കാറ്, കാരണം ആളുടെ വീട് മഞ്ചേരിയാണ്. പരിചയപ്പെട്ട ടൈം തൊട്ടേ മഞ്ചേരി എന്ന് വിളിച്ചപ്പോൾ മഞ്ചേരിയായി. അപ്പോൾ ശ്യാം എന്നുള്ള പേര് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഓർമ്മ വരുമ്പോൾ മാത്രമേ വിളിക്കാറുള്ളൂ.
പിന്നെ രണ്ടാമതുണ്ടായിരുന്നത് എൻ്റെ കസിനാണ് അഭിമന്യു. അപ്പോൾ അവനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവൻ കുഞ്ഞിതാണ്. അപ്പോൾ അവൻ ഇപ്പോൾ കോളേജിലാണ്. പുള്ളിക്കപ്പോൾ കറക്റ്റ് ടൈമിന് എക്സാം കയറി വന്നു. സോ ആൾക്കിത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. മഞ്ചേരി ആക്ച്വലി ആദ്യം ട്രിപ്പിന് ഓക്കെ പറഞ്ഞതായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ ഡേറ്റൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചാടിക്കറി യെസ് എന്താണെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾ കലണ്ടർ നോക്കിയില്ല എന്ന് തോന്നുന്നു. ട്രിപ്പിൻ്റെ അടുത്തേക്കുള്ള ദിവസങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് വർക്കിംഗ് ഡേയ്സ് ആണെന്നുള്ളത്. ആൾ മലപ്പുറത്തൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. സോ പുള്ളിക്ക് അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്താണെങ്കിലും ഈ രണ്ടുപേരെയും അടുത്ത തവണ പോകുമ്പോൾ കൂട്ടാമെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അവർ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രാവശ്യം എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. ഈ ഐനസ് ആക്ച്വലി പെട്ടെന്നൊരു പ്ലാനിൽ വാങ്ങിയൊരു വണ്ടിയാണ്. കാര്യം ഇത് അച്ഛൻ്റെ വണ്ടിയാണ്. അച്ഛൻ ആക്ച്വലി വണ്ടി ഇറങ്ങിയ ടൈം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരു ഹോണ്ട ഫാനാണ്. ഈ പറഞ്ഞ പോലെ ആൾക്ക് ഇതിൻ്റെ ഇറങ്ങിയ ടൈമിലാണെങ്കിലും ഫസ്റ്റ് മോഡൽസൊക്കെ പുള്ളി സജസ്റ്റ് ചെയ്തിട്ട് പുള്ളിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ പുള്ളിക്ക് അന്നോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു നെസസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആൾ വാങ്ങിയിട്ടുണ്ടായില്ല വണ്ടി. പിന്നെ നമ്മൾ ഇത് വാങ്ങാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ 2025 ഡിസംബറിൽ ഒരു എയർകാർഡ് ട്രിപ്പ് പോയായിരുന്നു. യൂണിക്കോണിൽ രണ്ടുപേരും, ഞാൻ പില്യനായിട്ടിരുന്നു. അന്ന് 2 ദിവസം സ്റ്റേ അടിച്ച് എയർകാർഡ് ഓൾമോസ്റ്റ് എല്ലാ റോഡും കവറൊക്കെ ചെയ്തിട്ടാണ് വന്നത്. മോസ്റ്റ് ഓഫ് ദ റൂട്ട്സ്. അതായത് നമ്മൾ പൊതുവെ പോകുമ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് നോക്കിയിട്ടല്ല പോകാറ്. നമ്മൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന വഴികളൊക്കെ കയറി അങ്ങ് പോകും. എന്നിട്ട് ആ റോഡ് മൊത്തം തീരുന്ന ദൂരം വരെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പൊതുവേ പോവാറ്. ഈ പറഞ്ഞ പോലെ വീഡിയോസ് കണ്ടിട്ട് സ്ഥലം ഇൻസ്പയർഡായി പോകുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ സൈഡിലേക്ക് നല്ല വ്യൂ ഉള്ള അല്ലെങ്കിൽ നല്ല ജോഗ്രഫിക്കൽ ഒരു വൈബ് ഉണ്ടെന്ന് തോന്നുന്ന റൂട്ടാണെങ്കിൽ ആ റൂട്ട് കയറിപ്പോവും. അത് പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാട്ടോ. ഇപ്പോൾ ലോക്കൽ ഓട്ടം ആണെങ്കിലും ഞാനിപ്പോൾ സൈക്കിൾ ഓട്ടാൻ പോയ കാലത്താണെങ്കിലും സൈഡിലേക്ക് ഏതെങ്കിലും നമുക്ക് പരിചയമില്ലെങ്കിലും നല്ല ഭംഗിയുള്ള റൂട്ട് കണ്ട ആ വഴിയൊക്കെ പോയിട്ടൊക്കെ പോവുള്ളൂ. സോ അതേപോലെ ഇങ്ങനെ പോയി ഫുള്ള് കറങ്ങിയൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ് ഈ പറഞ്ഞ പോലെ ഈ ഹൈനസ് വാങ്ങാനുള്ളൊരു പ്ലാനിലേക്ക് ആക്ച്വലി എത്തിയത്. കാരണം മെയിനായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പുറകിലിരിക്കുന്നത് തീരെ താല്പര്യമില്ല. അച്ഛനാണെങ്കിലും പുറകിലിരിക്കുന്നത് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. സോ ഞാനിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും ആലോചിക്കാറുണ്ട് ട്രെയിൻ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ആ ഒരു മൈൻഡ് സെറ്റാണ് മിക്ക സമയത്തും. ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പം ഭയങ്കരമായിട്ട് വട്ടുപിടിക്കും. ഇപ്പോൾ കാറിലാണെങ്കിലും വേറൊരാൾ ഓടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു സംഭവം ഉണ്ടായി. പറഞ്ഞ പോലെ രണ്ടുപേർക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ആണ് മെയിൻലി ഹൈനസിലേക്ക് എത്തിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ വാങ്ങണം എന്നുണ്ടായി. എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ സോളോ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു പേഴ്സണൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൂടുതലായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ്. നമുക്കിപ്പോൾ പില്ലിനിരിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് എനിക്കറിയില്ല, അത് കിട്ടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ആ ഒരു ഹാപ്പിനെസ് ഉള്ള ആൾക്കാരാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ആണ് ഈ വണ്ടി വാങ്ങിയത്. ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ നമുക്കിപ്പോൾ ഹൈവേസ് ആണെങ്കിലും കുറച്ചും കൂടെ പവറുള്ളൊരു വണ്ടിയാണ്. എക്സ്ട്രീം പവർന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം കൺസിഡർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി നോക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോണ്ടയാണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട് ബിഗ് വിങ് വഴി വിൽക്കുന്നൊരു വണ്ടി ആയതുകൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ഇത് കുറവാണ്. നമുക്ക് ഭയങ്കര റിലയബിളാണ് വണ്ടി. അങ്ങനെ ഒരു പണി തരാനുള്ള ചാൻസ് കുറവാണ്. 2020 സംതിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അന്നോട്ടാണെങ്കിലും അത് അധികം പണിയൊന്നും വരില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ റിവ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിലും ഓണേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ വണ്ടീനെ പറ്റി അധികം അങ്ങനെ നെഗറ്റീവ് കേൾക്കാൻ ചാൻസ് ഇല്ല. മെയിൻലി ആൾക്കാർ ഈ ഹെഡ്ലൈറ്റിൻ്റെ കേസാണ് പറയാറ്. ഹെഡ്ലൈറ്റ് മോശമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് കുറച്ച് നമുക്ക് ഹൈ ബീമിൻ്റെ ആംഗിൾ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബെറ്ററാണ്. പക്ഷേ എന്നാലും വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ആൾക്കാർ ഗിയറിങ്ങിൻ്റെ ആണ് ഇഷ്യൂ പറയുന്നത്. ടോൾ ഗിയറിംഗ് ആണ്. സോ അത് പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ജെന്യുവിൻലി അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഗിയർ തീരെ ഓവർലാപ്പിംഗ് അല്ല. സോ ബാക്കി വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്പീഡിൽ തന്നെ പോകാൻ പല ഗിയർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ പക്ഷേ ആ ഒരു ഓവർലാപ്പിംഗ് ഇല്ല എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഡെഫിനിറ്റാണ്. ഓരോ ഗിയറും ഓരോ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഗിയർ മാറി ഓടിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ വണ്ടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഒരിക്കലും. പിന്നെ ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി ആണ്. ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ട്രിപ്പ് ഞങ്ങൾ ഇതിന് മുമ്പാണെങ്കിലും പോയൊക്കെ വന്നപ്പോൾ മിക്ക സമയത്ത് നോക്കുമ്പോഴും വണ്ടിക്ക് 45 റേഞ്ചിലൊക്കെ
ഇതുണ്ട്, മൈലേജ് ഉണ്ട് വണ്ടിക്ക്. അത് ഒരു 350cc സംബന്ധിച്ചിടത്തോളം വളരെ അടിപൊളിയാണ്. കാരണം വണ്ടി 70-80 ഒക്കെ റേഞ്ചിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ റൈഡിങ് പൊസിഷൻ അടിപൊളിയാണ്. നമുക്ക് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാം. 19 ഇഞ്ച് ഫ്രണ്ട് വീലും 18 ഇഞ്ച് റിയർ വീലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളടുത്ത ഹെയർ പിൻ എത്താനായി. ഈ ബസ്സിൻ്റെയോ ഇതുപോലത്തെ ഹെവി വെഹിക്കിൾസിൻ്റെ പുറകെ പോകുമ്പോഴുള്ള മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ രീതിയിൽ സ്ലോ ഡൗൺ ആവും. ഇപ്പോൾ അപ്പുറത്തുനിന്നും കൂടെ ഒരു ബസ് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഈ ഒരു സെക്ഷനിൽ കുഴപ്പമില്ല. പക്ഷേ ചില ഏരിയാസിൽ ചിലപ്പോൾ 2 വണ്ടി പാസ് ചെയ്യാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. അപ്പോൾ ഈ പുറകെ കിടക്കുന്ന എൻ്റെ സെറ്റ് ഓഫ് വണ്ടികൾക്ക് അതൊരു പണിയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇതുപോലെ ഒതുക്കി നിർത്താൻ സ്ഥലമുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് എത്തുമ്പോൾ പയ്യെ സൈഡിലേക്ക് വണ്ടി നിർത്തിയിടും. എന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കും. ആ ഗ്യാപ്പിൽ ആ ബസ്സാണെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമ്മളും ബസ്സായിട്ട് കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് പിന്നെ പോകുമ്പോൾ ഇത് വരില്ല, ലാഗ് വരില്ല ഇവിടെ. പിന്നെ കിഷോർ എത്തിയപ്പോഴേക്കും നമ്മൾ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തു. ഇതാണ് ആ ഫോട്ടോ. ട്രിപ്പിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും കോ പൈലറ്റ് കിഷോറിൻ്റെ വക സൈൻ ഓഫ്.